ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കുമായിട്ടാണ്. 4 ഫ്ലേവറുകൾ ഒരു കേക്കിൽ തന്നെ വരുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ പല ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവർ കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 4-in-1 കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. 240 ml കപ്പിൽ 1/4 കപ്പാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് വയ്ക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ മാവ് അരിച്ചെടുക്കണം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മാവ് ഇതുപോലെ അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 മിനിറ്റ് മുട്ട മാത്രം ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1/2 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാവ് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യണം. ഒരേ സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യണം. മാവ് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിക്കാം. പാല് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ചെറിയ ചൂടായാലും കുഴപ്പമില്ല. ഒരിക്കലും തണുത്ത പാൽ ഒഴിക്കരുത്. പാലൊഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 4 കപ്പിലേക്ക് ഒരേ അളവിൽ ഒഴിച്ച് വയ്ക്കാം. ഓരോ ഫ്ലേവർ ഓരോ കപ്പിൽ ഒഴിക്കാനായിട്ടാണ്. ആദ്യം ഞാൻ മാംഗോ ഫ്ലേവറാണ് ഒഴിക്കുന്നത്. മാംഗോ ഫ്ലേവർ ഒരു 5-6 ഡ്രോപ്സ് ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഒഴിക്കാം. വെനില കേക്ക് വേണമെങ്കിൽ അതൊഴിക്കാം. സ്ട്രോബെറിയോ ഏത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കണം. ഇനി അടുത്ത കപ്പിലേക്ക് പിസ്ത എസൻസ് ആണ് ഒഴിക്കുന്നത്. അതും ഒരു 5-6 ഡ്രോപ്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കാം. ചോക്ലേറ്റ് പൗഡർ ഇട്ടിട്ട് 1 ടീസ്പൂൺ മതിയായി. നല്ല കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. 1-1.5 ടീസ്പൂൺ പാല് മതി. അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കപ്പിൽ റെഡ് വെൽവെറ്റ് കേക്കിനായിട്ട് റെഡ് കളർ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ, ലൈറ്റ് കൊക്കോ പൗഡറാണ്, 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മോൾഡിലേക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് വെട്ടിയിട്ട് ഇതുപോലെ 4ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡിൽ ഫോയിൽ പേപ്പറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഭാഗത്തും ബട്ടർ പേപ്പർ ഒന്നുകൊണ്ടൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഫോയിൽ പേപ്പറിൽ നിന്ന് കേക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം.
4ലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിക്കാം. ഈ കാർഡ്ബോർഡ് വയ്ക്കുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കണം. 4 ഫ്ലേവറും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. OTG ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യണം. ഇതൊരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ്. 40 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 4 ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. റെഡ് വെൽവെറ്റ് കേക്കും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 4 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ബോർഡിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപോലെ കട്ട് ചെയ്യാനായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എല്ലാ പീസിലും ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്ത ശേഷം നമുക്ക് ഒരുമിച്ച് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്കും എല്ലാം ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇനി ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഓരോ ഫ്ലേവറും അതിൻ്റെ ഓരോ സ്ഥലത്താണ് വയ്ക്കാനുള്ളത്. ഓരോ ഭാഗത്തായിട്ട് ഓരോ ഫ്ലേവർ വെച്ച് കൊടുക്കണം. ഒരുമിച്ച് വയ്ക്കരുത്. ഇനി മിക്സ് ചെയ്ത് വയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ ഈ കേക്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏത് ഫ്ലേവറാണെന്ന് അറിയാനായിട്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കളർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് കളറും ഗ്രീൻ കളറും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കേക്കും വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടായ ശേഷം ചോക്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം ഇളക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. നല്ല ചോക്ലേറ്റ് ഗണാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബട്ടർ ഇടുന്നതുകൊണ്ട് നല്ല ഗ്ലേസിങ് ഉണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കേക്ക് എടുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ചിട്ട് നല്ല ലെവൽ ചെയ്തെടുക്കണം. ഗണാഷ് ഒഴിക്കാനായതുകൊണ്ട് മുകൾ ഭാഗം നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. സൈഡിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പാർട്സായിട്ട് ഞാൻ ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ഗണാഷ് പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് മാംഗോ എസൻസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണിത്. മാംഗോ കേക്ക് ഇരിക്കുന്നതിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പിസ്തയുടെ എസൻസ് ചോക്ലേറ്റ് ഗനാഷിൽ ഒഴിച്ചിട്ട് അതും ഒഴിക്കാം. കളറൊന്നും ചേർത്തിട്ടില്ല, പിസ്ത എസൻസ് മാത്രമാണ് ഒഴിച്ചത്. ഇനി അടുത്ത റെഡ് വെൽവെറ്റ് ഇരിക്കുന്ന ഭാഗത്ത് റെഡ് കളർ ഒഴിച്ചിട്ട് ചോക്ലേറ്റിൽ റെഡ് കളർ ഒഴിച്ചതാണ്. ഇനി അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയ പോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി അതും പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ഫ്ലേവറും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. വാഞ്ചോ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഡിസൈൻ ചെയ്യാം. അതല്ല കേക്കിൻ്റെ ഓരോ ലെയറിൽ നമുക്ക് പിസ്ത വയ്ക്കുന്നെങ്കിൽ പിസ്ത വയ്ക്കാം. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തത്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.